അത്ര പ്രോയൊന്നുമല്ല ഞാൻ. പ്രോയെന്നല്ല, നൂബാണ് സത്യം പറഞ്ഞു. ഒരുമാതിരിക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പോലും അറിയില്ല എനിക്ക്. പതിനാറ് പേര് കയറി. സോ ഞാനൊരു മൊബൈൽ പ്ലെയറാണ്. നിങ്ങളെല്ലാവരും PC പ്ലെയേഴ്സൊക്കെ ആയിരിക്കും. ബ്രിഡ്ജ് കയറുന്നു. അവിടെ റെഡിയിടുവാണ്. Why do we mind that? We just mind my own business. സോ നമ്മൾ 4 എടുക്കണത്. എനിക്ക് ലാസ്റ്റ് ഭാഗം അപ്ഗ്രേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇവിടുന്ന് പുറയിലുള്ള സീനില്ല. ഓടി രക്ഷപ്പെടണം. അയ്യോ എതിലെടാ റെഡി. നമ്മുടെ വഴി എവിടെയാണ്? ദൈവമേ, ഞാനൊരു പാവമാണ്. നീ പോടാ. ഇത് ഗ്രീൻ ടീമിൻ്റെ സ്ഥലമാണ്. വൈ ഡിഡ് ഐ കം ഹിയർ ബ്രോ? യെസ് ചത്ത്. നോ ചത്തില്ല. യെസ് ചത്തു. എല്ലാവരും ആദ്യം പോയി ഡയമണ്ട്സാണ് നോർമലി എടുക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം പോയിട്ട് ഇത് തന്നെ എടുക്കും. എമറാൾഡ് എടുക്കണതാണ് ഏറ്റവും നല്ലത്. ബാക്കി എല്ലാവരും ഡയമണ്ട്സ് എടുക്കുമ്പോൾ നമ്മൾ എമറാൾഡ് എടുക്കും. അപ്പോൾ ലാസ്റ്റ് ലെവലും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം. മറ്റേത് സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഗോൾഡാണ് വേണ്ടത്. അത് എന്താണ് എൻ്റെ കളി ഇങ്ങനെ? എൻ്റെ ടീംമേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. അയാൾ ആർമർ മേടിച്ചാലോ? നോ, എടുക്കരുത്. ഞാൻ എടുക്കും. ഞാൻ വരുന്നു. അയ്യോ എടുക്കല്ലേ, ഇത് എനിക്കാ കണ്ട. ഇനി എമറാൾഡ് മതി. അപ്പം എൻ്റെ കയ്യിൽ എമറാൾഡ് ഉണ്ടായെങ്കിൽ ഞാൻ അപ്ഗ്രേഡും ചെയ്തേന്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രിപ്പിൾ മേടിച്ചേന്. ഒന്നും കൂടെ വേണം. ഓക്കെ ഇനഫ്. ഓക്കെ പൊട്ടിയ സൗണ്ട്. സോ ഇനി നമുക്ക് പേടിക്കാണ്ട് പോവാം. അയൺ ആർമറുള്ള സ്ഥിതിക്ക്. നമ്മുടെ ടീംമേറ്റ്സിന് അത്യാവശ്യം നല്ല കളിക്കാരാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തടാ come on. ഫൈറ്റ് ചെയ്യണോ അല്ലേ? അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. തോക്കും. ഞാൻ പറഞ്ഞില്ലേ നൂബാണെന്ന്. ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ വേറൊരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കോടി രക്ഷപ്പെടാം. നോ മനസ്സിലായില്ല ഞാൻ നൂബാണെന്ന് ഗൈസ്. എന്നാലും ഇത്രയും നൂബാണെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ടൈമിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാവും. എനിക്ക് ഈ ചാനൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ചിലപ്പോൾ ഉണ്ടാവും. കഴിഞ്ഞ മറ്റേ ചാനലൊക്കെ അതാണ് എൻ്റെ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ കയറുന്നത്. സോ ആ ടൈം എനിക്ക് കളി കിട്ടില്ല. നമ്മൾ ഒറിജിനൽ പ്ലേ ഒന്നും കിട്ടില്ല. ഭയങ്കര നൂബിനെ പോലെ ആയിരിക്കും കളിക്കുന്നത് എല്ലാ ഗെയിംസിലും. സോ അതുകൊണ്ട് എനിക്കതായിരിക്കും തോന്നുന്നു. നമുക്ക് ബെഡ് ഒട്ടിച്ചാലോ? ആരുടെയും ഡീപ് സ്ലൈറ്റ് ഉണ്ടാവും എല്ലാവർക്കും മിക്കവാറും.
ഇതൊരു ടാക്റ്റിക് ഉണ്ട്, പക്ഷെ നടക്കുമെന്നറിയില്ല. ചിലപ്പോൾ നോബ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ മാത്രം വർക്കാവുള്ളായിരിക്കും. നോ 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 ഡയമണ്ട് സോഡ്. അടിച്ചിട്. നീ ആദ്യം എൻ്റെ പുറകെ വരുന്നവനെ അടിച്ചിട്. യെസ്, അവനെ കൊണ്ടുകൊണ്ടിരുന്നോളൂ. ഞാനപ്പോൾ അപ്ഗ്രേഡ് ചെയ്യട്ടെ. വേണ്ട, ഞാൻ പാവമാണ് ബ്രോ. അപ്പോൾ ഞാനൊരു പാവം. ഞാൻ നിനക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയിടും. നമ്മുടെ അതാണ് നമ്മുടെ ബെഡ്. സോ അവൻ പുറകെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇൻട്രോ, ഇവിടെ ഹെൽപ്പ് ചെയ്യണം. ആ പോയി ഭാഗ്യം. വേറെ മലകളിൽ വെച്ച് എന്ത് പഠിക്കാനാണ്? ട്രാക്കിംഗ് കോമ്പസ് പഠിക്കാം. അതിനാണോ നമ്മളങ്ങോട്ട് ഞാൻ എന്തിനാ വെറുതെ അടി മേടിക്കുന്നത്? ഇവിടെ എങ്ങനെ അടിച്ചാലും ഒരു ഹോൾഡ് ചെയ്ത് ബ്രിഡ്ജാണ്. എനിക്കത് പറ്റണില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ റെഡ് ടീമും ബ്ലൂ ടീമും ഓൺലിയാണ്. സ്റ്റോൺസോടൊന്ന് മാറ്റി. കണ്ട അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഒരു കാര്യമില്ല, തട്ടിയിട്ടാൽ മാത്രമേ എന്തെങ്കിലും വരുള്ളൂ. നമുക്ക് അയൺസോഡ് മേടിക്കാം. ഇതിപ്പോൾ യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അപ്പ് ചെയ്തത്, ഡയമണ്ട് സോഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അയൺ സോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് വെച്ച് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. മറ്റേത് ഈ വോള് വെച്ചിട്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. മറ്റേത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെഡ് പൊട്ടിക്കാൻ നേരം നമ്മളെ തന്നെ കവർ ചെയ്യാം. ഓ എമറാൾഡ്. ഓ നോ വേ അവർ ബെഡ് ഈസ് ബ്രോക്കൺ ബ്രോ. വൈ നോ, ഐ കാൺട്ട് സർവൈവ് വിത്തൗട്ട് അവർ ബെഡ് ബ്രോ. ദാറ്റ്സ് എ ഹോൾ ഗെയിം പോയിന്റ്. ബട്ട് ഹൗ? നോ ഫൈറ്റ് ചെയ്യുക, അതാണ് ഒറ്റ വഴി. ഒരു കളിയും കൂടെ, ലാസ്റ്റ് കളി. ഇനി ഞാൻ കളിക്കില്ല. സോ സാരമില്ല, സെക്കൻഡ് കിട്ടിയില്ലേ? അല്ല സെക്കൻഡല്ല, ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോണേ. നമ്മുടെ ടീംമേറ്റ്സ് കളിച്ച് അവരുടെ ബെഡ് ഇപ്പം തന്നെ പൊട്ടിച്ച് പോയിട്ട് ഒരാൾ ഇനി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം. 3v4. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു യൂട്യൂബറിൻ്റെയാണ്. അതെ, പ്രിൻസിൻ്റെയാണിത്. പക്ഷെ ഞാൻ അവനെ കണ്ടിട്ടൊന്നും ചെയ്തതല്ല ഗൈസ്, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരാണ് പറഞ്ഞപ്പം ഇങ്ങനെ പ്രിൻസിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇത് അല്ലേ നിൻ്റെ സ്കിൻ. അന്നേരമാണ് ഞാൻ അറിയണത് തന്നെ. ഇപ്പോൾ വീണേ. എനിക്ക് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യണ ആൾക്കാർ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാവശ്യമില്ല നമ്മൾ ടൈം കളയണതിന്. ഇപ്പം അങ്ങനെ നമ്മൾ കയറിയത് ട്യൂബിലോ. മൈ ഗോഡ്, ഞാൻ റിയലി ഇത് എടുക്കില്ല. അതെനിക്കുള്ളൂ. അച്ചോടാ മാറിക്കും. ഇനി ഇത് എനിക്കുള്ളൂ. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും ഇഷ്ടമല്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലമാണ്. നല്ല രസം. ഒരു ബെഡ് നമ്മുടെ ഇതിനകത്തായതുകൊണ്ട് ഒരു ഇനി താഴെ വീഴല്ലേ. Technoblade never dies, but Technoblade dies with me because he is not real, bro. He is literally not real. Easy. No.
യപ്പ്, ദേ ആർ പ്രോ. ടെക്നോബ്ലേഡിന് ഇതുണ്ടായെങ്കിൽ സോളിഡ് ആക്കിയതിൻ്റെ എപ്പോഴേ ഒന്നിന് പാവും. സോളില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫൈറ്റിൽ ജയിച്ചു. എൻ്റെ സ്റ്റാറ്റ്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കൂളിയാണ്. ലൈക്ക് 1000 ഡെത്തും 20 കില്ലും എന്തെങ്കിലും ഉണ്ടാവും. അമ്മാതിരി ഗെയിം പ്ലേ അല്ലേ. എല്ലാവരുടെയും സോഡൊക്കെ ആയിട്ടുണ്ടാവും. ഏറ്റവും സോഡ് കാണിക്കാണ്ട് എല്ലാവരും കൂടെ കളിക്കുക. സോഡ് കാണിച്ചാൽ അയ്യോ അയണാർമർ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ബെഡ് കവർ ചെയ്തിട്ടില്ല ഇവർ. ശരി ഒരാവശ്യമില്ലായിരുന്നു, ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓ നമുക്ക് അയണാർമർ എടുക്കാം. നോ നോ ബ്രോ, ഗീവ് മീ ദ ഗോൾഡ്. യു ഹാവ് അയൺ ആർമർ. Bro took that irons. No. Bro took the gold for no reason. ഡയമണ്ട് ആർമർ കിട്ടണമെങ്കിൽ മറ്റേ 2v2 ഇല്ലേ, 2v2 കുറേ ടീംമേറ്റ്സ് ഉള്ള കളിയില്ലേ, എന്താണ് പറയണേ, എൻ്റെ പേരൊന്നും അറിഞ്ഞില്ല. കുറേ ആൾക്കാരുണ്ടാവും ഒരു ടീമിൽ തന്നെ. അത് കളിച്ചാൽ നമ്മുടെ ടീംമേറ്റിനെ കൊല്ലാനായി തുടങ്ങി. നമ്മുടെ ടീമല്ലേ. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു പാവമാണ്. എന്താണ് ഇവർ ഈ ഡയമണ്ട് വെച്ചിട്ടിരിക്കണേ? ഡയമണ്ട്സോട് ഞാനും എടുക്കാൻ പോണേ, അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ഈ ലോകത്ത് ജയിക്കണമെങ്കിൽ ഡയമണ്ട്സോടും ഇല്ലാതെ പറ്റൂല. ഇവിടെ അങ്ങനെയാണോ ബ്രിഡ്ജിന്? എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അതെ വേണ്ടായിരുന്നു. നമുക്ക് പോവാൻ വേഗം. ലെറ്റ്സ് ഗോ. ഇനി നിങ്ങളൊന്നും കാണാത്ത കളിയായിരിക്കും ഞാൻ. അത്ര പൊട്ടക്കളിയായിരിക്കും നിങ്ങളെ കാണാത്ത പൊട്ടക്കളി. അങ്ങനെ പോയാൽ മതിയായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. പിടിക്കരുത് തന്നെ വീട്ടിൽ വന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണേ. എവിടോ നീ മര്യാദയ്ക്ക് പോവാം. ബ്രിഡ്ജൊന്നും വേണ്ട. എങ്ങനെ ഡയമണ്ട്സോട് മേടിച്ചാൽ മതി. അയൺ സോഡ് എനിക്ക് പറ്റില്ല, എനിക്ക് ഡയമണ്ട് സോഡ് തന്നെയാണ്. കൈ നോക്കണം. എന്നാലും എനിക്ക് എന്തോ വെള്ളമൊക്കെ ഞാൻ വിചാരിച്ച ഓയിഡ് വേണം, പക്ഷെ നമ്മൾ വെള്ളത്തിലാണ് വീണത് ഗൈസ്. ഓക്കെ അയൺ സോഡ് മേടിക്കാം, അല്ല ഡയമണ്ട് സോഡ് മേടിക്കാം. ഒരെണ്ണം കൂടെ. യെസ് കമോൺ, ഡയമണ്ട് സോഡായേ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊന്ന് കളയുമേ. പിന്നെ നമ്മളൊന്നും ചെയ്യൂല, നമ്മൾ ചുമ്മാതിരിക്കണല്ലോ. യെസ്, ഇനി നമുക്ക് നോക്കാം. ഇനി എന്താ ഫൈറ്റിൻ്റെ പവർ നോക്കണം. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് ആർമറായിട്ട് വരും. അപ്പം ഞാൻ ഡയമണ്ട് ആർമർ മേടിക്കാം. ഇപ്പം താഴെ പോയിരുന്നത് ഇത്രയും സമയം നിങ്ങളുടെ എൻ്റെയും കളഞ്ഞതുപോലെയാവും. അല്ല, എല്ലാം കളയണേണ് നിങ്ങളുടെ സമയം. ഈ എമറാൾഡൊക്കെ എടുക്കണം. എമറാൾഡൊക്കെ നമ്മളെടുത്തിട്ട്
ഓക്കെ, സ്റ്റോൺസോട് പിടിക്കാം. അപ്പോൾ ആൾക്കാർ അയൺ സോഡൊക്കെ ചിലപ്പോഴേക്ക് നമ്മുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡയമണ്ട് സോഡ് എടുത്ത് അവരടിക്കും. ഞാൻ ഡയമണ്ട് സോഡ് നിങ്ങൾ മറന്നുപോയാൽ എനിക്ക് ഫൈറ്റിൻ്റെ ഇടയിൽ തെറുതി പിടിച്ചിട്ട് ഞാൻ ഡയമണ്ട് സോഡ് എടുക്കാൻ മറന്നു. അപ്പം സാരില്ല. ഗോൾഡൻ ആപ്പിൾ തിന്നുന്നു, ആരോ തിന്നുന്നു. ഞാൻ കുറേ പേരില്ല ഇങ്ങനെ അറിയാണ്ട് ഓയിലോട്ട് വീഴുമ്പോഴല്ലേ ഈ ഒരു എൻ്റർപോളിട്ട് ഇങ്ങനെ മേളിലോട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. വോയിഡിൽ പോയാൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ലല്ലോ അല്ലേ? അതാണ് എൻ്റെ വിശ്വാസം. നോ വീടരുത്. ഡയമണ്ട് ആർമറോ വേണ്ട, നമുക്ക് പോയേക്കാം. നമുക്ക് ഗ്രീൻ ടീമിലുള്ള ആൾക്കാരെ കൊള്ളാം. അവർക്ക് ഡയമണ്ട് ആർമർ ഉണ്ടെങ്കിൽ ഞാൻ നിർത്തും കളി. ഒരു സ്റ്റേക്ക് ഡയമണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അതിനേക്കാളും ക്ലിയർ ആയിട്ട് അറിയാം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. നേരെ പോവാം, ഫയർ ബോൾ എറിയുക, അവരുടെ ഇത് പൊട്ടിക്കണം, എന്നിട്ട് തീപ്പൊരി ഫൈറ്റ്. അടാ ഡയമണ്ട് ആർമറാണ് മാത്രമുള്ള ഒരു പേടി. യെസ്, നോ ചാവൂലടാ ഞാൻ. യെസ്, അയ്യോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.